ആ ആ പറയടാ. വെൽക്കം വെൽക്കം. ഓ നന്ദി 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 ഒരുപാട് നന്ദി ഒരുപാട് നന്ദി. ഒരു മിനിറ്റ് റേഷ്യോ ഒന്ന് മാറ്റിക്കോട്ടെ. എന്നെക്കാട്ടും വലിയ മെറ്റേക്ക് ഇറങ്ങിയില്ലേ? എന്താ കാവലായി ഞാൻ പറഞ്ഞില്ലേ ഈ ഞാൻ സത്യം പറഞ്ഞ റെസൊല്യൂഷൻ മാറുന്നത് എന്തിനാണെന്ന് അറിയാം. സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഞാൻ ഡിഫോൾട്ട് റെസൊല്യൂഷനിലാണ് കളിച്ചത്. അന്നേരം എനിക്ക് ഒരു മിനിറ്റടാ, അന്നേരം എനിക്ക് വലുതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഇന്നലെയാണ് ഞാൻ ഈ റെസൊല്യൂഷൻ മാറ്റിയിട്ട് കളിച്ചത്. അപ്പൊ റെസൊല്യൂഷൻ മാറ്റിയിട്ട് കളിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. റെസൊല്യൂഷൻ മാറ്റിയിട്ട് ഒരു കാര്യമില്ല, അന്നേരം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇന്നലെ പുഴുത്തിയത്ത് മനസ്സിലായി. ഇനിയിപ്പോ ഇതിനകത്ത് കയറിയത് വെടിവെക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഹലോ, ഓരോ ഫോട്ടോ അയക്കാം. ഓക്കെ, എന്താണ് ഫോട്ടോയിൽ എന്താണ്? ഫോട്ടോയിൽ നല്ല കുറെ ആൾക്കാരുടെ കുറെ വിനോദങ്ങൾ. എടാ എന്റെ ഗാലറിയിൽ മൊത്തം ഇപ്പൊ എന്തൊക്കെയാണെന്ന് നിനക്കറിയാവോ? ഇതൊക്കെ ആരുടെ പെണ്ണുങ്ങളാണെന്ന് പോലും അറിയത്തില്ല. ദേ ഒരുത്തൻ കെട്ടിപ്പിടിച്ചിരിക്കണത് ഇതാ ഇവിടെ, വേറൊരുത്തൻ ദേ ഉമ്മ വെക്കണ്, വേറെതാ ഒരു ഇത് കാണുമ്പോ ഉണ്ടല്ലോ ഒരു വിധത്തിൽ എനിക്ക് സന്തോഷമാണ്. എന്ന് വെച്ചാ അതേത് വിധത്തിലാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഒരു കൊരങ്. പക്ഷെ ഒരു തരത്തിൽ എനിക്ക് വിഷമമാ, എന്നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു കൊരങ്ങനെ കൊണ്ടുവന്ന്. ഓ അങ്ങനൊന്നും ആലോചിക്കാൻ പോലും വയ്യ. അത് ഡാർക്കാണത്. ഷീ റീപ്ലേസ്ഡ് മീ വിത്ത് എ മങ്കി. ഓ എന്തിനു പറഞ്ഞ ആർക്ക് ഹായിന്ന്? നീ അയച്ച ഫോട്ടോ ഒന്നും എനിക്ക് ലോഡ് ആവുന്നില്ല. എന്നാ ക്യാം ഒന്ന് പൊക്കാവോ? പിന്നെന്താ മതിയാ മതിയാ? ഇനി അവിടെ തന്നെ വെച്ചേക്കട്ടോ. ഒരു മിനിറ്റ് അവിടെ തന്നെ വെക്കട്ടെ. ഓക്കെ ആണോ? ഓക്കെ, സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു ആ കോമഡി? എങ്ങനെ ഉണ്ടായിരുന്നു? അതെങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പൊക്കി വെക്കണം. ഇതൊക്കെ എന്റെ ഓരോ കുറുമ്പുകളല്ലേ. എന്താ പറഞ്ഞേ? ഒന്നും വന്നിട്ടില്ലേ ഫോട്ടോ? ഫോട്ടോ ഒന്നും വന്നില്ല, എനിക്ക് ഒന്നും ലോഡാവുന്നില്ല. എന്താ ഇത്? നീ അസൻസിയോടെ ഫോട്ടോ, അതേപോലെ SRK നിൽക്കുന്ന ഒരു ഫോട്ടോ, പിന്നെ അതൊക്കെയാണോ എനിക്ക് അയക്കാൻ ഉദ്ദേശിച്ചത്? അല്ലല്ല, അത് അണ്ണൻ കണ്ടു കാണുമല്ലോ. ഓൾറെഡി കണ്ടായിരുന്നു. ഇത് വേറെ, ഇത് സിറ്റിയിലത്തെ ഫോട്ടോ. സിറ്റിയിലത്തെ ഫോട്ടോ ആണ്. ഒന്നും എനിക്ക് ലോഡാവുന്നില്ല. നീ മെസ്സേജ് ആയിട്ടാണോ? ലാസ്റ്റ് ഞാൻ എടുത്തല്ലേ കൂട്ടുകാരൻ്റെ അടുത്തേ. ഇത് കൊള്ളാം. വാൾപേപ്പറുടെ ഒരു ഫോട്ടോ ഇല്ലേ? ഇതൊക്കെ ആര്? കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സെറ്റായ ആൾക്കാരാ. കഴിഞ്ഞ 3 ദിവസം സാവേജോ? ഒരെണ്ണം സാവേജ്, ഒരെണ്ണം ചൂട്, ഒരെണ്ണം മന്ദാരം. അമ്പത്തൂര് നാളെ ആവും തോന്നുന്നു. ചൂടിനൊക്കെ ശരിക്കും പെണ്ണായോ? ഓ ദേ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നുണ്ടല്ലേ. സാവേജിന് ശരിക്കും പെണ്ണായോ? ഓ ഒലീവിയ. അണ്ണനെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുകയായിരുന്നു. അണ്ണനെ സ്നേഹിക്കുന്ന ഒരു കൊച്ചു കിടന്ന് കരച്ചിലോട് കരച്ചില്. ദർശനല്ലേ? അണ്ണന് ഇഷ്ടമുണ്ടോ അണ്ണ ദർശന? ഈ സിറ്റിയിലോ എല്ലാരും കളിയാക്കണം അവനെ. ഉള്ളവരാണ് കൂടുതലും കളിയാക്കണം. എന്റെ മോത്തോട്ട് നോക്കിയേ. ഇത്രയും ടഫ് ലുക്കുള്ള ദേഷ്യം ഇതുള്ള ഞാൻ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് അവളുടെ ഒക്കെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ അത് എത്രത്തോളം പോസിബിളാ എനിക്ക് മനസ്സിലാവണില്ല. റൊമാൻസ് വരാഴികയൊന്നുമില്ല, നമ്മൾ ചെയ്യാത്ത റോളുണ്ടോ ഒരായ. പക്ഷേ എനിക്ക് എടാ ഞാൻ ഇതൊന്നും പോവാത്ത എന്താണെന്നറിയോ? വിഷമമുണ്ട് എനിക്ക് പറയാൻ, എന്നാലും ഞാൻ പറയുവാ. എടാ ഞാൻ ശരിക്കും ഈ സിറ്റിയിൽ ഒരു OG ഗ്യാങ്സ്റ്റർ അല്ലേ? അപ്പൊ എനിക്ക് എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നും വല്ല ഇതും ഉണ്ടെങ്കിൽ അവന്മാർ ആദ്യം വരാൻ പോണത് ഇപ്പം
ഇപ്പൊ ആദ്യം വരാൻ പോണത് നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരുടെ അടുത്തായിരിക്കും. അവന്മാരുടെ അടുത്ത് ചെന്ന് കീറിയാൽ വലിച്ചു കീറി ഒട്ടിക്കുക എന്നുള്ള കോൺഫിഡൻസ് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് 100% ഉണ്ട്. പക്ഷെ ഈ സെയിം സ്ഥാനത്ത് എനിക്കൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലിയോ കുടുംബമോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ലൈക്ക് ഇവന്മാരൊക്കെ ആദ്യം പോയി ആ കൊച്ചിനെ ഉപദ്രവിക്കും. മനസ്സിലായോ? അത് പേടിച്ചിട്ട് മാത്രം വേറെ ഒരാളുടെ ജീവിതം ഇല്ലാണ്ടായി പോകരുത്, അല്ലെ അവർ ഞാൻ കാരണം വിഷമിക്കരുത് എന്നുള്ളൊരു കൺസേൺ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ത്യാഗം സഹിച്ചാണ് ഇത്രയും നാള് സിംഗിളായിട്ട് നിന്നത്. അല്ലാതെ ഞാൻ ഒന്ന് വിരളഞ്ഞൊഴിച്ചാൽ ക്യൂ നിൽക്കും, ക്യൂ. ശരിയാണ്, അത് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ അണ്ണ ഒരു കാര്യമുണ്ട്, അടുത്ത ആഴ്ച സൂസം വരും. അപ്പൊ എന്തിരി അണ്ണയും സിംഗിൾ ആണെന്ന് പറയല്ലേ? ശരിക്കും ഓ അണ്ണ വരി എനിക്ക് മെയിൽ വന്നിരുന്നു. എടാ സൂസൻ പിന്നെ നിനക്ക് അറിയാലോ, സൂസൻ ഗ്യാങ്ങിലൊക്കെ കളിച്ച് ഗണ്ണും കൊണ്ട് ആറാടുന്ന കൊച്ചാ. അവളെ പിന്നെ ആരെ തൊട്ട് അവള് തന്നെ കാര്യങ്ങൾ നോക്കിക്കോളും. അതുപോലാണോ ബാക്കിയുള്ളവര്? അല്ല അപ്പൊ ഞാൻ വിചാരിച്ചു അണ്ണ സിംഗിൾ ആയിട്ടെങ്കിൽ എന്താ രാവിലത്തേക്ക് അവന്റെ കണ്ണ് കിട്ടിയിരിക്കുവോ? നമ്പറല്ലേ അച്ചുവേട്ടന്റെ നമ്പറല്ലേ ഇതൊക്കെ? അച്ചുവേട്ടൻ ഏത് അച്ചുവേട്ടൻ? ഇല്ല അണ്ണവിടെ ഞാൻ ഗാങ് ഹൗസിലുണ്ട്. നീ എവിടെ? ഇപ്പൊ കൊണ്ടുവരാം. ആ ഓക്കെ. ഈ ചന്ദ്രവാണം വിളിച്ചിട്ടേ അച്ചൂട്ടന് പിടിക്ക് മണ്ടയിലുള്ള മറ്റേ ഡിയോജിനൊക്കെ കേറി അടിച്ച് വെല്ലുവിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വലിയ തരംഗം ഉണ്ടാക്കിയേ. വേഷമാറി നടക്കാണ്. പിടിച്ച അപ്പാപ്പനാണ് കൊണ്ട് ഇറക്കിയത്. ഇവന് എങ്ങനെ ഇങ്ങനെ തല്ലുള്ളിത്തരം പരിപാടികൾ ഒപ്പിക്കുന്നതാണ് എനിക്ക് അറിഞ്ഞോളാം. അതെന്താണെന്നറിയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവന്റെ ഒരു ഏകദേശം നാക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വരും, ഗ്യാങ് ഹൗസിൽ ആരെങ്കിലും ഉണ്ടോ നോക്കും. ഗ്യാങ് ഹൗസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ 2 റൗണ്ട് തല്ലിക്കൊല്ലും. EMS വരാൻ വേണ്ടി ആ റൂട്ടീൻ ഞാൻ പറഞ്ഞുതരാം. രണ്ടുപേരെ തല്ലിക്കൊല്ലും. എന്നിട്ട് EMS വരുന്നവരെ വെയിറ്റ് ചെയ്യും, അവരെ പൊക്കും, അവനെ വീണ്ടും അടിക്കും. ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യും. ഇൻ കേസ് വന്ന് കാലം എത്തുന്ന സമയത്ത് ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുത്ത് ഇറങ്ങും. പിന്നെ ഇവന്റെ ഒരു മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് വേഷത്തിനോടും അഡാപ്റ്റീവ് ആവും. കള്ളൻ, പിടിച്ചുപറി, മറ്റേ പീഡന വീരൻ, എന്തിന് വേണേലും അഡാപ്റ്റീവ് ആവും. മനസ്സിലായ? നിമിഷങ്ങൾക്കകം ഇങ്ങനെ ഞൊടിയിടുന്ന സമയത്ത് തന്നെ ആള് ക്യാരക്ടർ മാറിക്കളയും. അങ്ങനത്തെ പരിപാടികൾ ഇവന്റെ ഉള്ളിടത്തോളം കാലം ഇവൻ സർവൈവ് ചെയ്യും ഇവിടെ. കാരണം എലി അവര് പിന്നെ മറ്റേ സൂര്യ ബോസ് ഇവരെയൊക്കെ എടാ എനിക്കറിയാലോടാ. പണ്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് അവന്റെ മോനല്ലെന്ന്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന. പക്ഷെ ഇപ്പൊ പറയാം, തന്തേക്കാ പിഴച്ചൊരു ചെറുക്കനും അതിനേക്കാളും ഒരു അസത്ത് പിടിച്ച ഒരു പെണ്ണും പുള്ളേ. പിന്നെ പെണ്ണും പുള്ളയുടെ കൂട്ടുകാരി ഒരുത്തി തലക്കകത്ത് ബുദ്ധിയില്ല, കൊരങ്ങന്റെയും കൊളയട്ടയുടെയും മറ്റേ മലയണ്ണാന്റെ ഒക്കെ കൂടെ നടന്നിക്കുന്ന വേറൊരുത്തി. ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഇവനൊക്കെ ഇത്രയും ബുദ്ധിയല്ലേ വരുള്ളൂ. അതിൽ അത്ഭുതമൊന്നുമില്ല എനിക്ക്. ഇവന്റെ ഈ മറ്റേ എലി ഒരു കൊച്ചിനെ ദത്തൊക്കെ എടുത്തണ്ണ. കഴിഞ്ഞ ഇവിടെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ എന്റെ അടുത്ത്, സീക്രട്ട് ബോയ് ഫ്രണ്ട്. എന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. നേര് പറഞ്ഞ് ഈ എലി അവിടെ വന്നിരുന്നെന്ന്. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനാണ്. പ്രഗ്നൻസി ടെസ്റ്റിന് എലിയാ പോവാണ. ശരിക്കും സത്യായിട്ടെണ്ണ ഒരു സീക്രട്ട് ബോയ് ഫ്രണ്ട് ഉണ്ടെണ്ണ ഈ സിറ്റിയിൽ അവർക്ക്. ഇത് എന്തുകൊണ്ടും എന്റെ കാര്യങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിലത്തെയാണ്. ഹലോ ഹലോ അണ്ണ ഉണ്ടോ? ഇല്ല, ഞാൻ ഉണ്ണാനിരിക്കുന്നേ ഉള്ളു, ഇലയിട്ടിരിക്കുന്നു. ഇവിടെ ഗ്യാങ് ഹൗസില് അണ്ണ ഇവിടെ മുതുക്കിലേക്ക് നിർക്കപ്പുറത്ത് തരുന്നില്ല. അഡുണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ പിള്ളേര് പുറകെ നടക്കും. ഏത് പിള്ളേര്? അണ്ണാ ദർശന. എടാ ദർശനല്ലേ? ആ ദർശന ഒരു നല്ല കുട്ടിയാടാ. നല്ല കുട്ടിയാ. ഞാൻ കാരണം അവക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഇല്ലണ്ണാ സംഭവിക്കത്തില്ല. അണ്ണാ സംഭവിക്കും. അത് ഞങ്ങൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇല്ലാതെ സംഭവിക്കും. ഇപ്പൊ തന്നെ നമുക്ക് സിറ്റി മൊത്തം ശത്രുക്കളാ. ഞാനില്ലാത്ത സമയത്ത് അവളെ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും? അത് ശരിയാണ. അതെ, എപ്പോഴും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ?
ഇല്ലണ്ണ ഇല്ല അത് പാടാണ. എന്ത് ചെയ്യാൻ ഇനിയിപ്പം അണ്ണാ. പിന്നെ വേറൊരു പെണ്ണ് തിരക്കണ്ണ. ഏത് ആര്? സോണിയ. സോണിയ അല്ല സാനിയ. ആ സാനിയ. സാനിയ ഞാൻ ഓൾറെഡി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ പ്രൊട്ടക്ഷൻ ഇല്ലണ്ണ. പിന്നെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ നമ്മള്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു അണ്ണൻ പ്രൊട്ടക്ട് ചെയ്യാത്ത എന്താ ഇങ്ങനെ ആലോചിച്ചു. അപ്പടി കത്തിയില്ല. ഇപ്പൊ കത്തി. സ്പീക്കറിലല്ലോ അല്ലേ? ഇല്ലണ്ണ അണ്ണൻ എന്നെ വിശ്വാസം ഇല്ലണ്ണ. അണ്ണൻ എന്താ അങ്ങനെ പറഞ്ഞേ? പിന്നെ അണ്ണന് സുഖമില്ല അണ്ണ. എനിക്ക് സുഖമാണ്. അല്ല ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ സ്നേഹപ്രകടനം, നിന്റെ അധിക സ്നേഹപ്രകടനം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി, വിവരം, പക്വത ഒക്കെ എനിക്കുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരുന്ന പ്രത്യേക സ്നേഹം. ഇന്നലെ അല്ലല്ല ഞാൻ വേറൊരു പറയാം. ഇന്നലെ വേറൊരുത്തം വാറിന് പോകാൻ നേരം വെളിയിൽ സാമ്പാറും മറ്റേ മോരും ചോറും ഒക്കെ മറ്റേ സദ്യക്ക് വിളമ്പുന്നത് പോലെ, അണ്ണാ ബുള്ളറ്റ് ഇട്, അണ്ണാ ഫുഡ് കൊണ്ടുപോ, വെള്ളം കൊണ്ടുപോ, അണ്ണാ വാറിന് 5 പിക്ക് എടുക്കണേ. അവന്റെ എരണം കേട്ട് ഇറങ്ങിയപ്പോഴേ അടി കൊണ്ട് ചത്ത്. ഞാൻ മനസ്സിലായ അടുത്ത സ്നേഹമായിട്ട് വന്ന് ഇപ്പൊ മറ്റേ ആ നീകൻ. ഞാൻ അങ്ങനെ വിളിച്ചല്ല. ഞാൻ അങ്ങനെ വിളിക്കാറില്ലല്ലോ എന്നെ. ഇത് വേറൊരു കാര്യം പറയാൻ വിളിച്ചേണ്ട. എന്ത് എന്നോടുകൂടെ പറയണമെന്ന് തോന്നിയണ്ണ. ഒരു കുട്ടിയെ ഇഷ്ടമാണ്. എന്നെയോ? അയ്യോ അണ്ണനല്ല എന്നെ. ആർക്ക്? അണ്ണാ ഡുണ്ടു. ഗുണ്ടുവാ? ഗുണ്ടല്ലണ്ണാ ഡുണ്ടു മോള് ഡുണ്ടു. നിനക്ക് സെറ്റായല്ലേ? ആറാ ഗാങ്സ്റ്റോട്ടിൽ പോലും ഇല്ലല്ലോ. നീ എന്ത് പറഞ്ഞ ഇവരെയൊക്കെ വളക്കണേ? അയ്യോ എനിക്കറിയത്തില്ലണ്ണാ. എനിക്ക് ആ കൊച്ചിനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പുറകെ നടക്കുന്നു. ഞാൻ കൊറേ ഈ ഒരു വീക്ക് നിന്നെ ഗാങ്സ്റ്റോട്ടിൽ നിന്ന് മാറ്റിയ സമയത്താണോ നീ സെറ്റ് ചെയ്തത്? ആണാ. ഓക്കെ, ഞാൻ ഈ ആഴ്ച എന്നെ തന്നെ റിമൂവ് ചെയ്യാൻ പോണേ. അതാ പിന്നെ പ്രിയാമ്മ പറയണേ. ഡുണ്ടുവിനെ പരിചയപ്പെടുത്തി തരാൻ അനുഗ്രഹം മേടിക്കാനായിരിക്കും അല്ലേ? അയ്യോ ഇതെങ്ങനെയും ഒന്ന് അണ്ണൂനോടൊക്കെ പറഞ്ഞിട്ട് നാടറിഞ്ഞ് കല്യാണം നടത്താം, പ്രസവം എടുപ്പിക്കാം, എല്ലാം ഞാൻ മുന്നിൽ നിന്ന് ചെയ്തു തരാം. അത് മതി അണ്ണ. അണ്ണൻ പറഞ്ഞ വാക്കാ. ഞാൻ ഒരു കാര്യം പറഞ്ഞ അണ്ണൻ വിഷമിക്കരുത്. അണ്ണ വിഷമിക്കുന്നില്ല. അണ്ണൻ ഇപ്പൊ സന്തോഷം പറഞ്ഞ കാര്യം പറയാം. അണ്ണ ഇങ്ങോട്ടൊന്നാണ്. ഒരു മിനിറ്റ്. രായന്റെ ഡാഡി കൊണ്ടാണ് വന്നെ. എന്റെ ഡാഡിയാ ഡാഡി എന്ന് വിളിക്കാൻ ഒരാളായി. അണ്ണ വെള്ളം കുടിച്ചാ പിന്നെ ഹലോ 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 എങ്ങനെ പറഞ്ഞാലും കേൾക്കൂല. ഇങ്ങനെയൊന്നും അല്ലെന്ന് പിന്നെ നിന്റെ അച്ഛൻ എങ്ങനെ ഇരിക്കണേ? എടാ അല്ല, ഞാനൊരു കാര്യം ഇത് സീസണൽ ആയിട്ട് സംഭവിക്കുന്നതാണോ അളിയ? ഈ ഓരോരുത്തരുടെ ആൾക്കാർ അച്ഛനാണെന്ന് പറഞ്ഞ് പലപ്പോഴും കേറി വരാറുണ്ട്. എന്നിട്ട് ഇതുവരെ ചന്ദ്രൻ ഒരു അച്ഛൻ തേടി വന്നിട്ടില്ല. ഇത് റോഡിൽ നിന്ന് കളഞ്ഞിട്ടാണ്. ഒരു സെക്കൻഡ് അളിയ, വീണ്ടും കോൾ വരുന്നത്. ഹലോ അണ്ണൻ, അണ്ണ എവിടെ? പറയൂ വില്ലുമോൻ. പെണ്ണ് സെറ്റായി കല്യാണം നടത്തി തരണം, പേരെടുപ്പ് നടത്തണം. അല്ലല്ല അതൊന്നല്ല. പിന്നെ അണ്ണന് ഞാൻ വിളിക്കുമ്പോ എന്തിനാ വിളിക്കുന്നേന്ന് അണ്ണനെ അറിയത്തില്ലേ? നീ വിളിക്കുമ്പോ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ വണ്ടിക്കകത്ത് പോയി തട്ടിട്ട് നീ എന്റെ വണ്ടിയെ തട്ടില്ല, കാറിന് പെയിന്റ് പോയി, സിറ്റുവേഷൻ ആയി എന്ന് പറയാൻ. ഇല്ല അതൊന്നുമല്ല. പറിച്ച് വണ്ടി പോയി. ഹലോ അണ്ണ എവിടെയുണ്ട്? ഞാൻ നോർമലി എവിടെയായിരിക്കും? ഞാൻ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം അങ്ങനെ ആയിരിക്കുമോ? നോർമലി അങ്ങനെയാണോ? എന്റെ അടുത്ത് ദർശന ഉണ്ട്. നീ വന്നേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഒരു വണ്ടി അങ്ങോട്ട് എന്റെ കയ്യിലുള്ള വണ്ടിയെല്ലാം. ഓക്കെ മിസ്റ്റർ ഇല്ല ഇന്ന് വരത്തില്ലടാ. അവന് ഒരു അർജന്റ് കേസ്. പുറത്ത് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. ഒന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല അറിഞ്ഞില്ല. ഡേ അന്ന് പറഞ്ഞില്ല ഒരു കാര്യം. നിന്റെ ഇന്നില്ല നാളെ വരാന്ന് പറഞ്ഞു. എന്റെ കൈക്ക് പണിയായ ഇന്ന് പ്രിപ്പയർഡ് വന്നേ. എന്തിന്? നീ എന്ത് ചെയ്യും ബാബുനെ?
എടാ 1000 ബാബുവിനെ അല്ല ഒരു 1000 ചന്ദ്രൻ ചേർന്നാലും ഒരു ബാബു ആവൂല. അതെ 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 സൂപ്പർ സൂപ്പർ ഇല്ല അതൊക്കെ പണ്ടത്തെ ചന്ദ്രൻ മനസ്സിലായില്ലേ? ആ ആണല്ലേ. ആ ഇപ്പൊ 1000 സൂര്യന് സമമാണ് ഒരു ചന്ദ്രൻ. 1000 സൂര്യൻ കൊടുത്തില്ലേ അടിച്ചു കൊടുത്തില്ലേ അളിയത് വരാൻ ബാക്കിയൊക്കെ വന്നിട്ട് അണ്ണാ. പിന്നെ ഇന്ന് ബി എമ്മിന്റെ പരിപാടി ഉണ്ട്. പിന്നെ പരിപാടിക്ക് വേണ്ടിട്ടല്ലേ ഞാൻ വന്നത്. അപ്പൊ ഒരു അണ്ണന് ഓർമ്മ കൂടി ഇല്ല എന്നാണെന്നത്. എന്നാലേ ഓർപ്പിക്കാണ്. എടാ നിന്നെ വിളിച്ചില്ലേ, എന്നെ ലേവി ഇന്ന് ഉച്ചയ്ക്കും കൂടെ വന്ന് വിളിച്ചതേ ഉള്ളൂ. മനസ്സിലായ? അല്ലല്ല ഞാൻ പറഞ്ഞു മോനെ പരിപാടി നാളത്തേക്ക് മാറ്റോ. അണ്ണന്റെ സൗകര്യം നാളെ വേണോ മറ്റന്നാ വേണോ അതിന്റെ മറ്റന്നാ വേണോ അവൻ പറഞ്ഞു എന്നോട്. നിന്റെ അല്ല എന്റെ ഡേറ്റ് ചോദിച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ പറയാ സെർവറല്ലേ അത് ടർഫില് ടെസ്റ്റ് സെർവറില് മാറ്റി പ്ലാൻ മാറ്റി ഇവിടെ തന്നെയാണല്ലേ? ചുമ്മാ ടെസർ അണ്ണ എന്താണ് അണ്ണ ഇതൊന്നും വിശ്വസിക്കലാണ്. അണ്ണ ഇങ്ങനെ ഫൂളാക്കി ഞാൻ സമ്മതിക്കില്ല. അയ്യോ അത് വേണ്ട ഞാൻ ഫുൾ ആയിക്കോട്ടെ. എടാ ഞാൻ ഫുൾ ആയിക്കോട്ടെ. നീ കുറച്ച് 1000 സൂര്യൻ അതായത് നിൽക്കുന്ന അവനടുത്ത് അല്ല അവനടുത്ത് 1000 സൂര്യന്റെ അടുത്ത് സ്ലോട്ടിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. 1000 സൂര്യൻ വല്ലപ്പോഴും കാര്യം അറിയാവോ നമ്മളെന്തോരം കാശ് ഉണ്ടാക്കണം അറിയാവോ? ഓ പിന്നല്ല ഇതെല്ലാം അങ്ങനെ വേണ്ടി പിന്നെ നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടി ആർക്ക് വേണ്ടി? എല്ലാം നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടി അങ്ങനല്ല അങ്ങനെ പറയരുത്. ഈ ഗ്യാങ്ങിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് തരാനുള്ള ഡ്യൂട്ടി നിന്റെയാണ്. അതിന് നിനക്ക് വേണ്ടി നീ പൈസ ഉണ്ടാക്കും. കാര്യം പറട്ടെ ഈ പച്ചുവേട്ടൻ നേട്ടാഞ്ഞോണ്ടല്ല മുതുക്കൊക്കെ ഒന്ന് വിറയ്ക്കും. പിടിക്കും പിള്ളേര് പിടിക്കും. ഞാനേ ഒരു കാര്യം നീല അല്ല നീക ഞാനൊരു കാര്യം നിന്റെ അടുത്ത് പറയാണ്. ആണ്ടിലൊരിക്കൽ വരുന്നവനൊക്കെ നീ ഉണ്ടായിരുന്നുള്ളോടാ നീക. ഇല്ല ചന്ദ്ര അതെന്ത് ഞാനല്ലാണ്ട് പിന്നെ ആര് അല്ലണ്ണ ഇല്ലണ്ണ എന്താണ് ഹലോ കേക്കെ പറ. ഞാന് കുറച്ച് ദിവസമായില്ല കേക്ക് കണ്ടിട്ട്. അങ്ങോട്ട് വിളിച്ചാലേ നമ്മളൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അങ്ങനല്ല എന്തെങ്കിലും ആവശ്യം വരണം അങ്ങനെയാണല്ലോ. അങ്ങനല്ല കേക്ക് അങ്ങനെയാണോ ഞാൻ കേക്കെ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെയല്ല കേക്കെ ഫോൺ എടുത്തിട്ട് ഒന്ന് നോക്കി എന്റെ എത്ര മിസ് കോൾ ഉണ്ടെന്ന്. ഞാൻ എന്നും നോക്കാറുണ്ട്. ഒരു മിസ് കോൾ ഞാൻ കണ്ടില്ല. കേക്കെ എന്റെ മിസ് കോൾ എത്ര നോക്കി നോക്കി. ഇന്നലെ എത്ര മണി വരെ ഉണ്ടായിരുന്നു കേക്ക് ഇവിടെ? 1 മണി വരെ. ഞാൻ 2:45 വരെ ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ. ഇന്നലെ നമ്മൾ വാർ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്ന് കേക്ക് വിളിച്ചത്. 2-3 വട്ടം വിളിച്ച് ഇന്നലെ ഒന്ന് കാണാൻ. പിന്നെ ഈ കഴിഞ്ഞ 7-ാം തീയതി അടുത്ത ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഫോൺ. 7-ാം തീയതി 9-ാം തീയതി രാത്രി 11:45 പിന്നെ 13 ഫോൺ റീചാർജ് ചെയ്യണം കേട്ടോ. അതിന്റെ ഔട്ട് ഗോയിങ് ഇല്ല തോന്നുന്നു. അതാ ഇത് ശരിക്കും എന്റെ ഫോണിൽ ബാലൻസ് ഉണ്ട്. കേക്കൊക്കെ തോന്നുന്നുണ്ടോ ഇത്രയും കോടികൾ സിറ്റിയിലിട്ട് അമ്മാനമായി ആടി കളിക്കുന്ന എന്റെ കയ്യിൽ റീചാർജ് ചെയ്യാനുള്ള പൈസ ഇല്ലെന്ന്? ഇല്ല എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞേ ഫോണൊക്കെ ഇന്നലെ ഞാൻ നിങ്ങളുടെ ഗോഡ്ഫാദറിന്റെ കോൾ കട്ട് ചെയ്ത് വിട്ടു. അറിയാം യു മീൻ ജോക്കി? യെസ് ജോക്കി ആക്ച്വലി ഒരു മെന്റൽ ഡിപ്രഷനിലാണ്. അതുകൊണ്ടായിരിക്കും ആരോട് സംസാരിക്കാറില്ല. പുള്ളിക്ക് ഭയങ്കര മാനസികമല്ല. അയ്യോ അങ്ങനെയല്ല, മാനസിക വിഷമം എന്ന് പറയൂലേ നമ്മൾ, ആ സാധനത്തിലാണ് പുള്ളി. അതായത് എലക്ഷൻ വരുമല്ലേ, അപ്പൊ പുള്ളിക്ക് ആദ്യം തൊട്ടേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കേട്ടില്ല? കുടുംബത്തിൽ കയറി ഇനിയിപ്പോ കാര്യമില്ലല്ലോ. കുടുംബത്തിൽ കയറി മത്സരിക്കാൻ പറ്റൂലേ? കൊള്ളക്കാരെയും പിടിച്ച് കയറ്റുവോ, മേറാക്കുവോ? എന്താ കേക്കെ നമ്മുടെ കുടുംബത്തിനെ പറ്റി അങ്ങനെ ഒരു വർത്താനം? അങ്ങനെയല്ല പറയുമ്പോ അങ്ങനെയാണല്ലോ. കേക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ചന്ദ്രനുള്ള കുടുംബല്ലേ. ഈ മുതുക്കിലിറങ്ങി കേക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയ തക്കുടു വീട്ടിൽ ജോക്കി, തക്കുടു വീട്ടിൽ വാസു, തക്കുടു വീട്ടിൽ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. എല്ലാവർക്കും അത്രയും നല്ലൊരു ജോക്കി വാസൊക്കെ ഓക്കെ. ആ ലാസ്റ്റ് പറഞ്ഞ പേരുണ്ടല്ലോ, അത് ഒറ്റ പേര് മതി. അത് ഞാൻ ഞാൻ മറന്നു കളഞ്ഞേരെ. അങ്ങനെ ഒരു പേരില്ല, ചന്ദ്രന്റെ പേര് വിട്ടേ. അത് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആണല്ലേ? എന്നാലും നമ്മള് ഇത്രയും പേരുള്ള ഒരു കുടുംബത്തിൽ നിന്ന്
ഒരാൾ മത്സരിക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർ കണ്ടുപൂട്ടി വോട്ട് ചെയ്യൂലേ. അയ്യോ പിന്നെ ജോക്കർ നടത്തിയ 100% വിശ്വാസമാണ്, 100% ശുഭാപ്തി വിശ്വാസം പുള്ളി ജയിക്കും. പുള്ളി കുറെ കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ പുള്ളി കുടുംബത്തിൽ കയറിയ പിന്നെ പരിപാടിയില്ല. ഒരാളായിട്ട് കണ്ടാൻ വേണ്ടില്ല, ഭയങ്കര ജാടാന്നല്ലേ പറയുന്നത്. ആ കുടുംബത്ത് കയറുന്നതിന് മുമ്പ് പുള്ളി ഇവിടുത്തെ പിള്ളേരെല്ലാം ഈ അടിക്കും പിടിക്കും ഒക്കെ പൊക്കോണ്ടിരുന്നപ്പോൾ പുള്ളിക്കാര് സംസാരിക്കില്ലാത്തതുകൊണ്ടാണ് കേക്ക് എടുത്ത് വന്ന് സീരിയൽ കഥ പറഞ്ഞിരുന്നത്. എന്റെ അടുത്തല്ല, എന്റെ കാര്യം വിട്ടേക്കില്ല. ഞാൻ പറഞ്ഞു ആ സമയത്ത് പുള്ളി നാട്ടിലെല്ലാവരും തോളത്ത് കൈട്ടടക്കുകയല്ലേ. അപ്പൊ പിള്ളേര് ഏതാണോ ചന്ദ്രാന്ന് നോക്കിയ പുള്ളി വോട്ട് പോയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചിന്തിക്കണ്ടേ. എവിടെ ഉണ്ടാക്കിയത് കാണാൻ? ഞാൻ ഗ്യാങ് ഹൗസിലുണ്ട്. സെമിത്തേരി വരുമോ? ഞാൻ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചോട്ടെ, വേറൊന്നും കേൾക്കാനുള്ള പരിചയത്തിന്റെ പുറത്ത് മാത്രമാണ് കേക്ക്. ഞാൻ നിങ്ങൾ ഒന്നാമത്തെ കാര്യം കറുപ്പ്, നിഴല്, മറ്റേ ബ്ലാക്ക്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ, പ്രേത, ശ്മശാനം, സെമിത്തേരി, ശവപ്പെട്ടി, ഇത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല, അതാകുമ്പോ ആദ്യം വരാത്ത സ്ഥലല്ലേ സെമിത്തേരില്ല. അതാണ് അവിടെയുള്ള പ്രേതങ്ങൾ മാത്രം അത് വിശ്വസിക്കാൻ പറ്റും, മനുഷ്യന്മാരെ വിശ്വസിക്കാൻ പറ്റാത്ത പുറകിൽ നിന്ന് കുത്തും. ഓ, പ്രേതം പിന്നെ നേരത്തെ ഇമെയിൽ അഡ്രസ് അയക്കുമല്ലോ, ഇന്ന് വരും വൈകുന്നേരം വരും എന്നൊക്കെ. കാണില്ലല്ലോ, കാണില്ലെന്ന് പറഞ്ഞാലും അങ്ങനെയാണെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ പണി നമുക്ക് മറ്റേ സാൻഡി ടു പാലല്ലേ, വലിയ പാലം, സുമതി വളവിന്റെ അടുത്ത് പാലില്ല. അല്ല, നമ്മൾ അന്ന് കണ്ട ഡാമിൽ കണ്ടാലോ? ഡാം ഒരു നല്ല എണ്ണമുള്ള സ്ഥലമാണ്. ഒറ്റക്കല്ലേ ഒരു എന്റെ കൂടെ മിസ്റ്റർ ചന്ദ്രബോസ് ഉള്ളതിൽ കുഴപ്പമുണ്ടോ? ആണല്ലേ, അവനെ കൊണ്ടുവരണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്താ അത് ഞങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളായിരിക്കും, എല്ലാം നിരടുത്ത് പറയണോ? ഞാനില്ലാതെ ഇവിടെ ഈച്ച പറക്കൂല. ഈ ചീപ്പ് പറക്കുന്ന ഈച്ചയൊക്കെ നീ നിന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ പറക്കുന്നത്? ഇവരൊക്കെ പറഞ്ഞായിരുന്നാ പറഞ്ഞോട്ടേത്? അണ്ണനെ സപ്പോർട്ട് നമ്മളിപ്പോ സിറ്റിയിൽ അൺബീറ്റബിൾ ഗ്യാങ് എന്നുള്ള നിലയിൽ അണ്ണന്റെ കൂടെ അണ്ണൻ ലൈഫ് ത്രെട്ടനിങ്. ദയവ് ചെയ്ത് വായിടത്തൊന്നും പറയല്ലേടാ, നാളെ പൊഴുത്തിരിക്കേണ്ടി വരും. ഉള്ള കാര്യം ഞാൻ പറയാം, ഒന്നും എടുത്ത് കുഴപ്പമില്ലടാ. 10-15 സ്ത്രീകൾക്ക് നിൽക്കാണ്, നാളെ പൊഴുത്താലും കുഴപ്പമില്ല. അയ്യേ പിന്നെ 15 സ്ത്രീക്ക് സിറ്റിയിൽ എത്ര ഗ്യാങ് നിന്നിട്ടുണ്ട് ഇങ്ങനെ? അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ, മലയാള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഇത്രയും സ്ട്രീക്ക് നിൽക്കണ ഫസ്റ്റ് ഗ്യാങ് നമ്മളാ. എന്റെ മുകളിലുള്ള വെക്കമുണ്ടാ? ഇല്ല ഇല്ല. അത് ഇങ്ങനത്തെ ഒരു ലോബിയിലല്ലേ? അതും കോൺകറർ ലോബിയില്. എന്നാ വരാൻ പറ, വെല്ലുവിളിക്കുന്നു. പുറത്തുനിന്ന് വരാൻ പറ, ഇന്റർനാഷണൽ ആൾക്കാര് വരട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഒക്കെ ആയിട്ട് എനിക്ക് എന്റെ ഒരു ഇതില് സോളി എന്ന് പറഞ്ഞ മറ്റവന്മാര് അടിച്ച് പെരട്ടോല നമ്മളിവിടെ കവട്ടക്കുത്ത് തൊടുവോ നമ്മളെ തൊടുവോ പിടിക്കറക്കൂലണ്ണാ പിടിക്ക. ജോണോട് വരാൻ പറ. നമ്മളെ അണ്ണാ നമ്മളൊരു 30 മിസൈലാണ് നമ്മളിങ്ങനെ നിരത്തി വെച്ചേക്കണം. 30 മിസൈല് 30 ബാക്കിയോടെ പോയി. മതി ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് ചന്ദ്ര, ഞാൻ തത്സമയത്തിലൊന്ന് പറഞ്ഞേ ബ്രോ. ഇതുപോലെ തന്നെ ചന്ദ്രന്റെ POV അപ്പുറത്തുണ്ട്. കട്ട് ചെയ്യുമ്പോഴും അവിടെ പോയി കട്ട് ചെയ്യണം. അവിടെ ആകുമ്പോ അവന്റെ മുഖമൊക്കെ ആയിട്ട് ഫുൾ ഇതുണ്ട്, അത് കട്ട് ചെയ്തിട്ടേക്കേ. അല്ല, ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞേ. എന്താ പറഞ്ഞേ? അല്ല എടാ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ KV എന്ന് പറയുന്നുണ്ടല്ലോ, അതില് എനിക്ക് ഞാൻ പറയാം, അതിലൊരു കുറ്റമായിട്ടോ മറ്റേ ഇതായിട്ടോ പറയാനല്ല കേട്ടാ. ഇത് ഞാനിപ്പോ കാസ്ട്രോ ഉണ്ടെങ്കിൽ പോലും ഞാൻ കാസ്ട്രോയുടെ മുന്നിൽ വെച്ച് പോലും പറയാൻ റെഡിയാണ്. KV നിന്നത് അതുപോലെ ഗ്യാങ് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് അങ്ങനെ ഒരു ഗ്യാങ് നിർത്താന്ന് പറഞ്ഞാൽ അത് വലിയ പാടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ KV ചെയ്തതുപോലെ ശരി. ബട്ട് ഞാൻ വേറൊരു കാര്യം പറയാം, PvP അറ്റ് ഇറ്റ്സ് പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പം. ആൻഡ് നമ്മുടെ സൗത്ത് സൈഡിലെ ടോപ്പ് ഗൺ പവർ ഉള്ള എല്ലാ ഗ്യാങ്സും കളിക്കുന്ന ഒരു സിറ്റിയാണ് ഇപ്പോൾ കറന്റ് എക്സ്ലാൻഡിസ്. ആ സമയത്ത് ബോട്ട് ടീം ആയിരുന്നെന്ന് ഞാൻ പറയുന്നില്ല. KVക്കെതിരെയായിട്ട് ആ സമയത്ത് സിറ്റിയിൽ വേറെ, ആ സമയത്ത് നമ്മൾ KV അടിയായിരുന്നല്ലോ, വേറെ മെയിൻ സർവേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ വലിയ ലൈനപ്പുകൾ എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നത് ഈ അങ്ങനത്തെ ഓരോരോ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന വേറെ സെർവറുകളിലും അങ്ങനെയായിരുന്നു. പക്ഷെ കറന്റ്ലി ഇപ്പം ടോപ്പ് ഗ്യാങ്സ് മൊത്തവും കളിക്കണ ഒരു ഇതിലാണ്, ഒരു സെർവറിലാണ് നമ്മൾ നിൽക്കുന്നത്.
അപ്പൊ ഈ PvP യിൽ ഈ ഒരു സ്ട്രീക്ക് ബിൽഡ് ചെയ്തത് എനിക്ക് വലിയ ഞാൻ TV തോക്കത്തില്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. എടാ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തത്സമയത്തിലൊന്ന് സംസാരിക്കും, ഇപ്പൊ വരാം. TV തോക്കത്തില്ലെന്ന് ഞാനൊന്നും ഒരിക്കലും പറയത്തില്ല, തോക്കൊക്കെ ചെയ്യും. T47 എന്ത് അണ്ടിയാ ബ്രോ T47 എന്ന് പറയണേ? നമ്മൾ T47 എത്ര വട്ടം അടിച്ചിട്ടുണ്ടോന്ന് അറിയോ? അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡൗൺ ടൈം ആയി വന്ന സമയത്ത് ഒരു വട്ടം അടിച്ചിട്ടാണോ? അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചടിക്കാൻ നേരം സാമാനം പൊക്കി അവന്മാരുടെ ഒന്നും ലെഗസി നമ്മളോട് പറയല്ലേ ബ്രോ? അവന്മാരുടെ ലെഗസി നമ്മളോട് പറയല്ലേ? ദയവ് ചെയ്ത് അത് പറയല്ലേ? കണ്ടോണ്ടിരിക്കുന്നവർക്കറിയാം എത്ര വട്ടം TV സിറ്റുവേഷൻ എടുക്കാൻ പോയിട്ടുണ്ടെന്ന്. ആളില്ലാത്ത സമയത്ത് നേരെ വന്ന് രണ്ട് ഇതാക്കിയിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അവന്മാർക്ക് ലെഗസി ഉണ്ടാക്കി കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, മനസ്സിലായേ? അത് വിട്, അത് വെച്ചൊന്നും കമ്പയർ ചെയ്യല്ലേ. ആ തീട്ടങ്ങളെ ഒന്നും വെച്ച് ഞങ്ങളെ കമ്പയർ ചെയ്യരുത്, മനസ്സിലായേ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒപ്പോസിഷൻ പറയാറുണ്ട്. ഇല്ല നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒപ്പോസിഷൻ അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞാടാ. സ്റ്റേറ്റ്മെന്റിലാണ്, അത് റിയാലിറ്റിയാണ്. കേട്ടില്ല. അത് റിയാലിറ്റിയാണ്. അതിന് മോളി ഒക്കെ വരത്തിലും ഇല്ല. അത് വേറെ വേറെ കാര്യം പറയാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 മിസൈൽ ഒരു ഏറ് പടക്കമാണ്. അത് പറഞ്ഞ മാറപ്പേ ഏറ് പടക്കവൻ അതിനകത്ത് വാണക്കുറ്റി ഉണ്ട്. വാണക്കുറ്റി അത് ചന്ദ്രൻ ഈ കോമഡി ഒരു വട്ടം പറഞ്ഞല്ലായിരുന്നോ? ഒരു മൈന്യൂട്ടായിട്ട് കേട്ടായിരുന്നു. ചന്ദ്രൻ നിലവാരമില്ല ഇപ്പത്തെ കോമഡിക്ക് ഒന്നും ചിരി വരുന്നില്ല, സത്യം പറയാലോ. അതൊക്കെ അണ്ണന്റെ കോമഡി. ചിരിച്ച് ഞാൻ മരിക്കും. എന്റെ അണ്ണ ഏതണ്ണ കോമഡി എന്തായാലും ഈ ആഴ്ച എന്തായാലും നീ സ്ലോട്ടിലില്ല. നിനക്ക് മുമ്പേ വന്ന ഒരുപാട് പേര് ഇവിടെ ആക്റ്റീവാ. തുറന്നങ്ങ് പറയാലോ, നീ അധികം ഒത്തിരി സോപ്പിടണ്ടേ. ഈ ആഴ്ച എന്തായാലും സ്ലോട്ടിൽ കയറ്റാൻ വേണ്ടി നല്ലല്ലോ. നമ്മളെല്ലാം ഗ്യാങ്ങിന് വേണ്ടി. മലയാള രാത്രി നീ ഒരുപാട് മഴ പെയ്യിപ്പിക്കല്ലേ ചന്ദ്ര, ഒരുപാട്. മലയാള രാത്രി ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഇല്ലടാ. ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിലേ പുതിയ PvP പ്ലെയറുടെ കുറെ കുൽസിതങ്ങൾ കാണായിരുന്നു. ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ. അണ്ണാ ഇതുവരെ നമ്മുടെ ഗ്യാങ്ങിൽ കയറിയത് വെച്ച് ഒരു വ്യത്യസ്ത ക്യാരക്ടർ ഉള്ള ആളാണ് അവൻ. അല്ല, അതായത് സെറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അവൻ നോക്കത്തുള്ളൂ. അവന്റേത് HUH. എല്ലാം കഴിഞ്ഞ് എന്റെയും കൂടെ നോക്കണേ. വേറൊരാളും കൂടെ ഉണ്ടോ അതിനകത്ത്? എന്നാ ഒരു ഗ്യാങ് ഡ്രസ് ഇട്ടോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയോ? അണ്ണാ ഇനി എന്റെ അടുത്ത് നോക്കണ. ഇനി എന്റെ അടുത്ത് അണ്ണാ സെർച്ച് ബട്ടൺ നോക്കിയാ കാണും. എന്റെ പേരെന്താടാ? LX2. അണ്ണാ അതിലേ അക്കൗണ്ട് സെർച്ച് ചെയ്ത് ഈ ചെറുക്കനൊന്നും എന്റെ കൂടെ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല ഇതുവരെ. ഈ അസംശയൊന്നും എലിയൊക്കെ പോയി കെട്ടിപ്പിടിച്ചത് ഫോട്ടോ എടുത്തിരിക്കണ്. അണ്ണ എലിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? അണ്ണ ഇതും കൂടി അയ്യോ ഇതാർക്കെ പോയാ ഒരാളെ ബോഡി നമ്മള് കണ്ടിട്ടാണ്. എലിയൊക്കെ ആമ്പിള്ളേര് കൊണ്ടുപോയി. മറ്റേ ആൺകുരങ്ങനല്ലേ? അത് കുഴപ്പമില്ല, കൊണ്ടുപോകണം. അതാണ് ആൺപിള്ളേര്. അണ്ണ അങ്ങനെ പറഞ്ഞ ആശ്വസിച്ച. കാറിലൊക്കെ ഒരു കണ്ണുണ്ട്, ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ. കാറിലോടെ കണ്ണ് സാധനമല്ല മറ്റേ കൊച്ചു അടിച്ചു പൊട്ടിക്കും, മനസ്സിലായോ? അണ്ണാ ഹിസ്റ്ററി റിപ്പീറ്റ് അടിക്കോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ നിനക്കൊക്കെ? അണ്ണാ എലി കാറിനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിച്ചു, ആ എലി സിംഗിൾ ആയോന്ന്? അതിന് കാറിലൊക്കെ കിട്ടിക്കോളും. അണ്ണാ ഹിസ്റ്ററി റിപ്പീറ്റ് അടിക്കേ. നമുക്ക് എപ്പോഴും മാസം അടിക്കാൻ പഴയ കഥകളൊന്നും കാണൂല. ഹലോ, എവിടെ എത്തിയില്ലല്ലോ? അങ്ങോട്ട് വന്നോണ്ടിരിക്കുക.